മെസ്സിയെയും മെസ്സിയുടെ പേരിനെയും വിറ്റ് പണമാക്കി, കച്ചവടം അടിച്ചു. അത് വേറെ ആരുമല്ല, നമ്മുടെ മുൻ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന ഒരു മന്ത്രി, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാനും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയും ചേർന്നുകൊണ്ടാണ്. ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അവരൊരു ചാനലും ഒക്കെ ഉണ്ട്. ഞാൻ അതിനുകൊണ്ട് അതിൻ്റെ കൂടുതൽ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഒരു കമ്പനിയും കൂടെ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് വിവാദം ഉണ്ടാക്കിയേക്കുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ആ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയും അപ്പോൾ ആദ്യമായിട്ട് ഈ ജൂലൈ 20 കഴിഞ്ഞ അതായത് 2023 ജൂലൈ മാസം ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനി, പ്രൈവറ്റ് കമ്പനി, അത് കളമശ്ശേരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് പറഞ്ഞാണ് മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും ഇന്ത്യയെ കൊണ്ടുവരണം, അതിൻ്റെ സ്പോൺസർ ആവാൻ അവർ തയ്യാറാണ്, അവർ കൊണ്ടുവന്നോളും, ഇവിടെ സ്ഥലമൊക്കെ ഒരുക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അത് അപ്പോഴേ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അങ്ങ് തൊണ്ടവളങ്ങ് സ്വീകരിച്ചു. കാരണം നേരത്തെ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഇതെല്ലാം അത് മനസ്സിലാക്കണം. കാരണം അവിടുത്തെ പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ മലപ്പുറത്തെയും മറ്റ് അവിടെ ഉള്ള സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെന്ന് പറയുന്ന ഒരു വലിയ ഫുട്ബോൾ പ്രാന്തരാണ്. കോഴിക്കോട്, മലപ്പുറം എന്ന് പറയുന്ന സ്ഥലങ്ങളിലുള്ള ആ ജില്ലകളിലുള്ള ആളുകൾ. പിന്നെ ഇത് മാത്രമല്ല, മെസ്സി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അസ്ഥി പിടിച്ച് കിടക്കുന്നതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അർജൻറ്റീന ടീമെന്ന് പറഞ്ഞാലും അവിടെ അർജൻറ്റീനയുടെ കളിയൊക്കെ വേൾഡ് കപ്പിന് നടക്കുമ്പോൾ ഇവിടെ യുദ്ധം നടക്കും, അർജൻറ്റീനയിലും ബ്രസീലും തമ്മിലുള്ള 2 ടീമിന് വേണ്ടി. ആ രീതിയിൽ നടക്കുന്ന ആളുകൾ ഉള്ളതാണ്. വളരെ ഇമ്പൾസീവായിട്ട് ഈ രീതിയിൽ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ചെറുപ്പക്കാരാണ് ഈ പറഞ്ഞിടത്ത് എല്ലാം ഉള്ളത്. കാരണം നമ്മുടെ കേരളത്തിലെ ആകമാനം അതുപോലെ ഫുട്ബോൾ പ്രേമികളാണ്. പോരെങ്കിൽ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ ഫുട്ബോൾ എന്ന് പറയുന്നത് അമേരിക്കയും കാനഡയും അതുപോലെ മെക്സിക്കോയും കൂടെ ജോയിൻ്റായിട്ട് അവിടെ നടത്തിയ ഒരു വേൾഡ് കപ്പാണ് ഫിഫ. ഈ വേൾഡ് കപ്പിനെന്ന് പറയുന്നത് പണ്ടെങ്ങും ഇല്ലാത്തതുപോലെ ഉള്ള വളരെ അത്രത്തോളം വലിയ ആവേശമായിരുന്നു. മറഡോണ യഥാർത്ഥത്തിൽ ജയിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ ആ വേൾഡ് കപ്പ് വാങ്ങിയെടുത്തപ്പം ആ വർഷം യഥാർത്ഥത്തിൽ അന്ന് മുതലാണ് നമുക്ക് യഥാർത്ഥത്തിൽ TV ചാനലിലൊക്കെ ഇതൊക്കെ കാണാൻ കിട്ടി തുടങ്ങിയത്. അതിന് മുമ്പൊന്നും ഇവിടെ കാണാൻ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ കാണാൻ ഇടയായത് മുതൽ ഈ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നതിന് വളരെ വലിയ പ്രസിദ്ധിയാണ് ഉണ്ടായത്. അതുപോലെ ആളുകൾ ആ രീതിയിൽ ആകർഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അന്ന് മുതൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഫുട്ബോൾ ഭ്രാന്തന്മാർക്ക്. അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവരെങ്കിൽ മെസ്സി ഇവിടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. കാരണം മെസ്സി എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വപ്നത്തിൽ മാത്രം കാണുന്ന ഒരു താരമാണ് മെസ്സി. അപ്പോൾ മെസ്സി വരിക, മെസ്സിയുടെ ടീം അർജൻറ്റീന മുഴുവനായിട്ട് ഒന്നായിട്ട് വരിക, ഇവരെല്ലാം കാണാൻ പറ്റുക, ഇവരുടെ കളി കാണാൻ പറ്റുക. ഒന്ന് അവർ വന്ന് ആ ഓസ്ട്രേലിയൻ ടീമുമായിട്ടൊരു കളി ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി അങ്ങനെ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് വാങ്ങിയെടുക്കാൻ ഉള്ളൊരു ശ്രമം നടത്തി അത് ഏതാണ്ട് വിജയിച്ചതാണ്. പക്ഷേ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ, ഈ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 20 ദിവസം മുമ്പ് മാത്രം രൂപീകരിച്ചേക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഗോട്ട് ആൻഡ് ഗ്ലോബൽ. മാത്രമല്ല അവർക്ക് ആകെ അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഈ മെസ്സിയുടെയും അർജൻറ്റീനയൊക്കെ കൊണ്ടുവരാനുള്ള ചിലവും അതിന് വേണ്ട സ്റ്റേഡിയത്തിൻ്റെ അത് പുതുക്കുന്നതും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 228 കോടി രൂപ ചിലവുള്ള ഒരു പരിപാടിയാണ്. അത് അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മാച്ച് തന്നെ നടത്തിയെന്നിരിക്കട്ടെ, അവർ ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ലി മാച്ച്, പിന്നെ അതുപോലെ തന്നെ അല്ലെ ഓസ്ട്രേലിയയുമായിട്ടുള്ള മാച്ച് എങ്ങനെ നടത്തി അതെല്ലാം കാണിച്ചു കഴിഞ്ഞാലും അങ്ങേയറ്റം ഒരു 100 കോടി രൂപ കിട്ടും. അതിൽ കൂടുതൽ കിട്ടത്തില്ല. ഈ 228 കോടി രൂപ ചിലവാകുമ്പോൾ കിട്ടുന്നത് 100 കോടി രൂപയാണ്. അത് പോട്ടെന്ന് നോക്കാം. കാരണം നമ്മുടെ ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നമല്ലേ, ഇതുപോലെ ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമാണ് മെസ്സിയെ ഒന്ന് നേരിട്ട് കാണണം, അല്ലെ അർജൻറ്റീന ടീമിനെ ഒന്ന് നേരിട്ട് കാണണം, അവർ കളിക്കുന്നത് നേരിട്ട് കാണണം. കാരണം എല്ലാവർക്കും പോയി ഇതുപോലെ അർജൻറ്റീന കളിക്കുന്നിടത്ത് ഇപ്പോൾ സ്പെയിനിലോ ആ ക്ലബിൽ മാറ്റഡും അതുപോലുള്ള ക്ലബ്ബുകളിലൊക്കെയാണ് ഇവരെല്ലാം കളിക്കുന്നത്. അവിടെ ഒന്നും പോയി ഈ കളിയൊന്നും പോയി കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം വലിയ ടിക്കറ്റുമാണ്, ചിലവുമാണ്. ഇവിടെ ആകുമ്പോൾ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കുറച്ച് ആളുകൾക്ക് ഒന്ന് കാണാൻ പറ്റും.
എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഈ ഓട്ടൻ ഗ്ലോബൽ ഇത് കളിപ്പീരാണ്, തട്ടിക്കൂട്ടിയതാണെന്ന് മനസ്സിലായപ്പോൾ റെഡിയാക്കി എടുത്തപ്പോൾ അത് വേറൊരു പുതിയ കമ്പനി, പുതിയതല്ല, അവർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി RBC എന്ന് പറയുന്ന കമ്പനി രംഗപ്രവേശനം ചെയ്തു. ഈ RBC രംഗപ്രവേശനം ചെയ്തോടനെ RBC വലിയ കമ്പനിയാണെന്ന് പറഞ്ഞാണല്ലോ പോകുന്നത്. അവർ ഇത് കൊണ്ടുവന്നോളാം, അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എഴുത്തുകുത്തുകൾ അങ്ങ് നടന്നു. ഇതിൻ്റെ സകല എഴുത്തുകുത്തുകളും ഉണ്ടല്ലോ കായിക മന്ത്രാലയത്തിൻ്റെ, അതായത് ആ വകുപ്പ് അറിഞ്ഞുകൊണ്ടല്ല നടക്കുന്നത്. കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ നേതൃത്വത്തിൽ നേരിട്ടാണ് ഉള്ള ഇടപാടാണ്. മന്ത്രാലയത്തിൽ ബാക്കി ഉള്ള അതിനൊന്നും ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ആ കാര്യത്തിലൊന്നുമില്ല. അവസാനം എന്തെന്നറിയോ, ഇതിന് അവസാനം അങ്ങ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ നവംബറിൽ, കഴിഞ്ഞ വർഷം വരും, മെസ്സി വരും, ഇന്ത്യ കളിക്കും. ഓക്കെ, ഇന്ത്യയിലല്ല, കേരളത്തിൽ കളിക്കും, മെസ്സി കളിക്കും. അപ്പോൾ അതിന് വേണ്ടി എന്താണെന്നറിയോ, നമ്മുടെ ഈ കലൂർ സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വകയാണ്, അല്ലാതെ വേറെ ഒരുത്തിൻ്റെ വകയല്ല. അത് നിയമവിരുദ്ധമായിട്ട് ഒരു പ്രോട്ടോക്കോളും ഒന്നും നോക്കാതെ, അതിൻ്റെ നിയമ നടപടികളൊന്നും നോക്കാതെ നേരെ അങ്ങെടുത്ത് ഹാൻഡ് ഓവർ ചെയ്തു. ആർക്ക്? ഈ RBC എന്ന് പറയുന്ന കമ്പനിക്ക് അത് പുതുക്കാൻ. അതിന് 22.68 കോടി രൂപ വേണം എന്നാണ് ആ കമ്പനി അവകാശപ്പെട്ടത്. ഏതായാലും അങ്ങോട്ട് പുതുക്കാൻ കൊടുത്തു. പുതുക്കാൻ കൊടുത്തപ്പോൾ അത് കുറേ തോന്നിവാസമായിട്ട് അവിടെ കിടന്ന കസേരയെല്ലാം എടുത്ത് മാറ്റി വേറെ ഇട്ടു. ഏതാണ്ട് അതിൻ്റെ ഗേറ്റ് കുറേ മാറ്റി, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ അവിടെ അങ്ങ് ചെയ്തു കേട്ടോ. ഇതാണ് കാര്യം. 22.68 കോടി രൂപ ചിലവാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ശരി, അത് പാതി വഴിക്ക് അങ്ങ് നിന്നപ്പോൾ എന്താണെന്നറിയോ, അപ്പോഴത്തേക്ക് വിവരം കിട്ടി മെസ്സി വരത്തില്ലെന്ന്, അർജൻറ്റീനയും വരുന്നില്ല എന്ന്. കാരണം മെസ്സിയുടെ ഷെഡ്യൂൾ നോക്കിയപ്പം ഇതൊന്നും എന്നിട്ട് പറഞ്ഞേക്കുന്ന അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ ഈ സ്പോൺസർ കൊടുത്തെന്നാണ് പറയുന്നത്. 126 കോടി രൂപ കൊടുത്താൽ അതിന് 22.68 കോടി രൂപ അതിന് GST അടയ്ക്കണം. അതടച്ചിട്ടില്ല, കാശ് കൊടുത്തിട്ട് അടച്ചിട്ടില്ല. ഇനി AFAക്ക്, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷന് ഈ കാശ് കൊടുത്തെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ചിലപ്പോൾ കൊടുത്തുകയാണ്, കൊടുത്താൽ അതങ്ങനൊന്നും അല്ല കൊടുത്തേക്കുന്നത്, അത് വേറെ വിധത്തിലാണ്. കൊടുത്തു കഴിഞ്ഞാൽ അതിന് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായിട്ട് വലിയ ബന്ധമുണ്ട്. PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് എന്ന് പറയും. അതിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ ആക്ടിൻ്റെ പരിധി വരുന്ന ഒരു ഇടപാടാണത്. കാരണം കേന്ദ്രാനുമതി വാങ്ങിയെടുത്തു, സംസ്ഥാനത്തിനെ കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങി, ഇതിനെല്ലാം. പക്ഷേ ഈ പണം കൊടുത്തതിന് രേഖയില്ല. അതുപോലെ മാത്രമല്ല, ഇവരുമായിട്ടുള്ള എഴുത്തുകുത്തുകൾക്ക് കുറച്ച് ഇമെയിലൊക്കെ ഈ അബ്ദുൾ റഹ്മാൻ മന്ത്രി അയച്ചതല്ലാതെ ഒന്നുമില്ല. ഇതൊരു വലിയ തട്ടിക്കൂട്ടും വലിയ കളിപ്പീരുമാണ് ഇത് നടന്നേക്കുന്നത്. അങ്ങേയറ്റം ഗുരുതരമായ ക്രമക്കേടുകളാണ് ഇതിൽ നടന്നേക്കുന്ന. അഴിമതിയുമാണ്, നഗ്നമായ അഴിമതിയാണ് നടന്നേക്കുന്നത്. മാത്രം ഈ ചെറുപ്പക്കാരെ എല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചില്ലേ, മെസ്സി വരും, മെസ്സി വരും കേട്ടോ, വരും അർജൻറ്റീന. അവസാനം മെസ്സി ചതിച്ച ആശാനെ എന്ന് വേണ്ട ഒരു മോഹൻലാൽ ചതിച്ച ആശാനെ എന്ന് മമ്മൂട്ടി ഒരു സിനിമ പറയുന്നില്ലയോ? അത് എന്നിട്ട് നമ്മുടെ ഓന്തു വാസു എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്താൻ വന്നപ്പോൾ മുട്ടയെടുത്തെറിഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ സിനിമയിൽ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ഉള്ള കാര്യമാണ് ഇവിടെ നടന്നേക്കുന്നത്. മെസ്സി ചതിച്ച ആശാനെ എന്നായി അവസാനം. അതെന്ന് വെച്ചാൽ മെസ്സി പറഞ്ഞു കളിപ്പിച്ചെന്ന്. മെസ്സിയെ വിറ്റ് ആ കാശും കൂടെ പോക്കറ്റിട്ട് ഇലക്ഷൻ അടുത്ത് വരുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഇത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പേരിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയായി. അങ്ങ് അവസാനം മെസ്സിയില്ല, അർജൻറ്റീനയില്ല, ഒന്നുമില്ല കേട്ടോ. ജ്യോതിയില്ല, തീയുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ അവിടെ സംഭവിച്ചേക്കുന്നത്. ഒന്നുമില്ല, കളിപ്പീര് മാത്രം. ഇതിൻ്റെ പേരിലുണ്ടല്ലോ യഥാർത്ഥത്തിൽ വിജിലൻസ് കേസ് എടുക്കണം, ഇത് അന്വേഷണം നടത്തണം. ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്, ഇതിൻ്റെ പുറയിൽ വലിയ ധൂർത്തുണ്ട്. ഇതും പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ റഹ്മാനും ഒരു 3-4 പേരും കൂടെ സ്പെയിനിൽ പോയി ഒരാഴ്ച കറങ്ങിയിട്ട് വന്നത്. സ്പെയിനിൽ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. നല്ല പൈസ ചിലവുണ്ട് അവിടെ പോകാൻ കേട്ടോ. അവിടെ പോയിട്ട് വന്നേക്കുന്നത് ഈ അബ്ദുൾ റഹ്മാനും ഒരു കൂട്ടരും കൂടെ പോയി അവിടെ. ഇതിൻ്റെയൊക്കെ പണം അയാളെ ഈടാക്കണം. ഇതൊന്നും നമ്മുടെ ചിലവിൽ അയാൾക്ക് തിന്ന് മുടിക്കാനുള്ളതല്ല ഈ പണം. എന്നിട്ട് സ്പെയിനിൽ പോയി എന്ത് ചെയ്തെന്നാണ്, അവിടെ പോയി എന്ത് ചെയ്തെന്നുള്ളതിനെ കുറിച്ച് യാതൊരു രേഖയില്ല. മെസ്സി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അബ്ദുൾ റഹ്മാൻ അല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ കാണാൻ പറ്റത്തില്ല.
കാരണം അയാൾക്കൊന്നും അതിന് സമയം കിട്ടത്തില്ല. മെസ്സിക്കൊന്നും മെസ്സിയുടെ 4 അയലത്ത് നിന്ന് ഇവർക്ക് ചെല്ലാൻ പറ്റത്തില്ല. അതിന് ആ ഗവൺമെൻറ്റിൻ്റെ പോലും അനുമതി വേണം മെസ്സി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ. എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് ദൂരെ നിന്ന് നമുക്ക് കളിക്കളത്തിൽ കാണികൾക്ക് കാണാൻ പറ്റും. കാരണം ഗ്രൗണ്ടിൽ വെച്ച് അവർക്ക് മെസ്സിയെ കാണാം. ആ പരിസരത്തിൽ എല്ലാം പറ്റത്തില്ല മെസ്സിയുടെ അടുത്ത് എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം മോഹിപ്പിച്ചു. ഒരുപാട് ഫുട്ബോൾ പ്രേമികളെ മോഹിപ്പിച്ച് അവരെ എല്ലാം വെള്ളത്തിലാക്കി കളിപ്പിച്ചു. ആ കബളിപ്പിച്ചതാണ് നടക്കുന്നത് മുഴുവൻ. എന്നിട്ട് അതിൻ്റെ പുറകിൽ കൊള്ളാം. ഇതിനെക്കുറിച്ച് വിജിലൻസ് ശരിയായിട്ട് അന്വേഷിക്കണം. ഇതിന് കേസെടുക്കണം. അതാ ചെയ്യേണ്ടത്. ഇതിനുണ്ടായ നഷ്ടമുണ്ടല്ലോ അയാളുടെ കയ്യിൽ നിന്ന് ഈടാക്കണം. പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട്. ഒരു ബന്ധപ്പാടുമില്ല, കാശൊക്കെ കാണും ഇഷ്ടംമാതിരി എടുക്കണം. കാരണം അതോടുകൂടി ഭരണമൊക്കെ തീരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കാണും, അതിഞ്ഞ് വാങ്ങിക്കണം. അതാ വേണ്ടത്. നഷ്ടമെല്ലാം ഈടാക്കണം. എത്രയും പെട്ടെന്ന് വിജിലൻസ് അന്വേഷണം നടത്തണം.